ഈ ഉച്ച കഴിഞ്ഞ വോട്ടിംഗ് ശതമാനം കൂടുന്നുണ്ടോ മണ്ഡലത്തിൽ? തീർച്ചയായിട്ടും മാരി പറഞ്ഞതുപോലെ തന്നെ ഏവരും ഉറ്റുനോക്കുന്ന വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ ഇവിടെ പോൾ ചെയ്യുന്ന ഓരോ വോട്ടും ആ മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ തന്നെയാണ്. ഏകദേശം ഉച്ച കഴിഞ്ഞതോടെ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് കണക്കുകൾ പ്രകാരം 60% പോളിംഗ് ഇപ്പോൾ ജില്ലയിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ നമുക്കറിയാം 77% തൃശ്ശൂർ ജില്ലയിലെ പോളിംഗ് എങ്കിൽ ഇക്കുറി അത് മറികടക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതായത് ഇനി 1 മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ. എല്ലാ ബൂത്തുകളിലും നമുക്ക് ക്യൂ കാണാം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം ക്യൂ ഉണ്ട്. എങ്കിൽ പോലും ഈ ക്യൂ നിരകളിലെല്ലാം തന്നെ 50-ലധികം ആളുകൾ ഓരോ ബൂത്തുകളിലും ഇപ്പോഴും നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, തീരദേശ മേഖലകളിലടക്കം ഇപ്പോഴും ബൂത്തുകളിൽ ക്യൂ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പോളിംഗ് ശതമാനത്തിലേക്ക് തൃശ്ശൂർ മാറുന്നു. 3 മുന്നണികൾക്കും ഒരുപോലെ അവരുടെ എല്ലാ വോട്ടുകളും സ്വരുക്കൂട്ടി എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം തന്നെയാണ് ഈ 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുറി കൂടുതൽ സ്ത്രീ വോട്ടർമാർ ഇങ്ങോട്ടേക്ക് കടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുരുഷ വോട്ടർമാരും ഏകദേശം തുല്യം എന്ന് പറയത്തക്ക തരത്തിലാണ് ഇപ്പോൾ തൃശ്ശൂരിൻ്റെ പോളിംഗ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 60% മുകളിലേക്ക് പോളിംഗ് എത്തിയെങ്കിൽ ഇനി 1 മണിക്കൂർ കൂടി കഴിയുമ്പോൾ ഒരുപക്ഷെ അത് കഴിഞ്ഞ വർഷത്തെ 77 എന്ന ആ പോളിംഗ് ശതമാനം അത് മറികടക്കും എന്ന് തന്നെയാണ് 3 മുന്നണികളും ഒരേപോലെ കാണുന്ന മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ.